കാത്തിരിക്കേണ്ടത്. റോഷിപാൽ, ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു മലയാള സിനിമ അടക്കി വാണ ഒരു താരം കേസിൽ 8ാം പ്രതിയാണ്. അതിൽ മുഖ്യ സൂത്രധാരൻ എന്ന രൂപത്തിലാണ് കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇയാൾ പിന്നീട് സാക്ഷികളെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നതും ഈ കേസിൽ നിർണായകമായ കാര്യമാണല്ലോ. 25 സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ് കൂടിയാണ്. ആ നിലയ്ക്ക് കൂടി ഈ കേസ് നിർണായകമാണ്. പലതവണ കോടതിയെ സ്വാധീനിക്കാൻ, അന്വേഷണ സംഘത്തെ ഭീഷണിപ്പെടുത്താൻ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ശേഷമാണ് നാളെ വിധി വരുന്നത്. റോഷി, സ്മൃതി, നടിയാക്രമിച്ച കേസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം അതുതന്നെയാണ്. കേസ് അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങൾ, അതിൽ 8ാം പ്രതി ദിലീപും സംഘവും നടത്തിയ ഗൂഢാലോചനകൾ, 28 സാക്ഷികൾ പല ഘട്ടങ്ങളിലായി കൂറുമാറുന്നു. അതിൽ പ്രധാനികൾ അന്ന് മലയാള സിനിമ സംഘടനയെ പോലും നയിച്ചവരാണ്. ഇടവേള ബാബു, നടൻ സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ഭാമയടക്കമുള്ള പ്രധാനികളൊക്കെ നേരത്തെ FIS-ൽ നൽകിയ മൊഴികളിൽ നിന്നും മാറുന്ന, നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ അബാദ് പളാസയിൽ നടന്ന അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിലീപിന് ഈ പെൺകുട്ടിയോട്, ഈ മലയാള സിനിമയിലെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികളായിരുന്നു ഇവരൊക്കെ നൽകിയത്. ആ മൊഴികളിൽ നിന്ന് അവർ മാറിയപ്പോൾ മറുഭാഗത്ത് മഞ്ജു വാര്യർ, ദിലീപിന്റെ ആദ്യ ഭാര്യ, ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, ലാൽ, ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ ക്രിമിനൽ സംഘം ഉപേക്ഷിച്ചത് പടമുകളിലെ ലാലിന്റെ വീട്ടിലായിരുന്നു. ആ ലാൽ കൃത്യമായ മൊഴിയിൽ ഉറച്ചു നിന്ന ഒരാളാണ്. അതിനൊപ്പം തന്നെയാണ് രഞ്ജിമാർ. അങ്ങനെ തുടങ്ങിയ നിലപാട് മാറ്റാത്ത മലയാള സിനിമയിലെ മിന്നുന്ന താരങ്ങളുമുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചാണ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘമൊക്കെ ഇത് പൂർത്തിയാക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്നലെ വാർത്ത ഓർമ്മിപ്പിച്ചതാണ്. അന്നത്തെ പോലീസ് മേധാവി പോലും ഈ കേസിൽ ദിലീപിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നത് ഞെട്ടിക്കുന്നതായിരുന്നു. അത് സംബന്ധിച്ചൊക്കെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തതാണ്. അങ്ങനെ പലതരത്തിൽ ഇതിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കേസിൽ ഒരു പ്രതിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാറിയിരുന്നു. പൾസർ സൂര്യയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ദിലീപുമായി വിലപേശുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അതിന്റെ ടെലിഫോൺ രേഖകളടക്കം പോലീസ് കണ്ടെത്തി. പിന്നീട് ആ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ മാപ്പ് സാക്ഷിയാക്കുന്ന ഒരു സാഹചര്യം. അകത്തുനിന്നും പുറത്തുനിന്നും കേസ് അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം നടന്നു. ആ സമയത്ത് ആ പെൺകുട്ടി ഈ ക്രൂരപീഡനത്തിന്റെ മനോവേദനയിൽ, ശാരീരിക പ്രയാസത്തിൽ ഒരു വീട്ടിൽ അടച്ചിട്ട് കഴിയുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ആ പെൺകുട്ടി പിന്നീട് ഏതാണ്ട് 5 വർഷക്കാലമാണ് മലയാള സിനിമയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ അഭയം തേടിയത്. പിന്നീട് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ, റിപ്പോർട്ടർ നിരന്തരം നടത്തിയ പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ, അങ്ങനെ പൊതുസമൂഹം ആ പെൺകുട്ടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴാണ് ആത്മധൈര്യത്തോടെ ആ പെൺകുട്ടി ബർക്കാദത്തിന്റെ ഓൺലൈൻ ചാനലിൽ താൻ ഇരയല്ല അതിജീവിതയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇത്തരം പീഡനത്തിന് ഇരയാകുന്നവർക്ക് ആത്മവിശ്വാസം നൽകി പൊതുമധ്യത്തിലേക്ക് തിരിച്ചെത്തി ആദ്യത്തെ മലയാള സിനിമയിൽ വീണ്ടും അഭിനയിക്കുന്നു. പിന്നീട് ഈ മലയാള സിനിമാ ലോകത്ത് ആ പെൺകുട്ടി തിരിച്ചു വന്ന് സജീവമായി ആത്മധൈര്യത്തോടെ തന്റെ മുഖം മറച്ചു വെക്കേണ്ടതില്ല, കുറ്റവാളികൾ അവർ സ്വയം അവരുടെ മുഖം മറച്ചു വെക്കട്ടെ എന്ന നിലപാടെടുത്ത് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ആത്മധൈര്യത്തോടെ പോരാട്ടം നടത്തിയത്. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്തിയ പോരാട്ടം. കാരണം മറുഭാഗത്ത് ദിലീപ് വലിയ അഭിഭാഷകരെ, വൻ തുക കൊടുത്ത് അഭിഭാഷകരെ ഇറക്കുമ്പോൾ ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ആ പെൺകുട്ടി പോരാട്ടം അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും. അങ്ങനെ എത്രയെത്ര പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഹർജികൾ, ഈ കോടതിയിലെ നിയമ പോരാട്ടങ്ങൾ ദീർഘിപ്പിക്കാൻ വേണ്ടി ഇന്ന് സർക്കാർ പറയുന്ന ഹർജികൾ ദിലീപ് എത്ര കൊണ്ടുവന്നു. അത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പല ഘട്ടത്തിലും ആ ഹർജികളൊക്കെ തള്ളുകയായിരുന്നു കോടതി, പലപ്പോഴും താക്കീത് നൽകുന്ന സാഹചര്യം. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം, അതിന് കേരള സമൂഹം ഒന്നാകെ ആ പെൺകുട്ടിക്കൊപ്പം നിരന്നു. കേരളത്തിലെ മാധ്യമ സമൂഹം അതിനപ്പുറത്തേക്ക് റിപ്പോർട്ടർ ഈ പോരാട്ടത്തിൽ ഒപ്പം നടന്നപ്പോൾ റിപ്പോർട്ടറിനെതിരെ എത്ര കേസുകൾ, അത് പോലീസ് തന്നെ സ്വമേധയായി എടുത്ത 5 കേസുകൾ, കോടതി അലക്ഷ്യ കേസുകൾ, അങ്ങനെ നിരവധി കേസുകൾ, ഭീഷണികൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ. ഇതിൽ തന്നെ ഒരു വ്യാജ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി ഗൂഢാലോചന നടത്തിയെന്ന്, അത് ഈ സ്മൃതി പരുത്തിക്കാട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ആ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ ഈ ഗൂഢാലോചന മാധ്യമ പ്രവർത്തകർ നടത്തിയെന്ന് വരുത്തി തീർക്കാൻ പോലും ദിലീപ് സംഘം ശ്രമിച്ച കാര്യം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഈ കേസ് അട്ടിമറിക്കാൻ നടത്തി. പക്ഷേ മറ്റൊന്ന്, ഈ കേസ് വന്ന ഘട്ടത്തിൽ ഈ വാർത്ത ഗൌരവത്തോടെ കൈകാര്യം ചെയ്ത പല മാധ്യമങ്ങളും പിന്നീട് നിലപാട് മാറ്റുകയും ഈ പറയുന്ന കേസിൽ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ആസൂത്രകനെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇയാളുടെ സിനിമകൾ തുടർച്ചയായി പ്രദർശിപ്പിക്കുന്നതടക്കം സിനിമകൾ സ്ഥിരമായി
ഇദ്ദേഹത്തിന്റെ സിനിമകൾ മാത്രം കൊടുക്കുന്ന അടക്കമുള്ള രൂപത്തിലേക്ക് നിലപാട് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അതിജീവിതയ്ക്കൊപ്പം അന്നും ഇന്നും ഒരേ നിലപാട് എന്ന രൂപത്തിൽ റിപ്പോർട്ടർ മുന്നോട്ട് പോയിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ മൊഴി അല്ലെങ്കിൽ ബാലചന്ദ്രകുമാർ തുറന്നു പറയാൻ തയ്യാറായിട്ടും ആ പ്രതികരണം കൊടുക്കാൻ തയ്യാറാകാതിരുന്നവർ കൂടിയുണ്ട്. അവിടെ കൂടിയാണ് റിപ്പോർട്ടർ വ്യത്യസ്തമാകുന്നത്.